നമസ്കാരം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ചില അംഗങ്ങളെക്കുറിച്ചുള്ള ആരോപണം മാത്രമല്ല മറ്റ് ചില മേഖലകളിലേക്കും ഈ വിഷയത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഐക്യരാഷ്ട്ര സഭയിലെ ദുരന്ത നിവാരണ വിദഗ്ധനും പൊതുപ്രവർത്തകനുമായ മുരളി തുമ്മാരുകുടി ആവശ്യപ്പെടുന്നു. സമൂഹമാധ്യമത്തിൽ കുറിച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇത്തരം ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നതിന് ശേഷമുള്ള മുരളി തുമ്മാരുകുടിയുടെ മൂന്നാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. അന്വേഷണം വ്യക്തികളിൽ മാത്രം ഒതുക്കരുത്. കാരണം പുതുമുഖങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാനുള്ള ഒരു ഉപാധിയായി അമ്മ എന്ന പ്രസ്ഥാനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. സിനിമയിൽ കാണിക്കുന്ന ധാർമ്മിക രോഷത്തിൻ്റെ ഒരു തരിയെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഉള്ള നായകന്മാർ അമ്മ സംഘടനയിൽ ഉണ്ടെങ്കിൽ അവർ ഈ സംഘടന ശുദ്ധീകരിക്കാൻ ഇറങ്ങി പുറപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആരുടെ അമ്മ? മലയാളത്തിലെ സിനിമാ താരങ്ങളുടെ സംഘടനയെ, അതായത് AMMA പറ്റി കേൾക്കുന്ന കാര്യങ്ങൾ പേടിപ്പിക്കുന്നു. ആ സംഘടനയിലെ ഇപ്പോഴത്തെയോ മുൻപത്തെയോ ഭാരവാഹികൾ ആയിരുന്ന നടന്മാർ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി ബലാത്സംഗം വരെ ചെയ്തു എന്നുള്ള ആരോപണങ്ങളാണ് വരുന്നത്. ആരോപണ വിധേയർ ഓരോരുത്തരും വ്യക്തിപരമായി അതിന് മറുപടി പറയേണ്ടി വരും. അതിജീവിതമാർ കേസുമായി മുന്നോട്ട് പോയാൽ വിചാരണ നേരിടേണ്ടി വരും. ആരോപണ വിധേയനായ സിദ്ദിഖ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച സ്ഥിതിക്ക് ഇനി ഭാരവാഹികളുടെ ആരുടെയെങ്കിലും പേരുണ്ടായാൽ അവരും രാജിവെച്ച് അന്വേഷണം നേരിടും എന്ന് കരുതാം. ഇത് ശരിയായ കാര്യമാണ്. അമ്മയിലെ ഒരു അംഗത്തെപ്പറ്റി ആരോപണം വന്നാൽ സംഘടന എന്തു ചെയ്യും എന്നറിയാൻ താൽപ്പര്യമുണ്ട്. ആരോപണം പരാതിയായി കോടതിയിൽ തെളിയിക്കപ്പെടുന്നതുവരെ ആരോപണ വിധേയനെ പിന്തുണയ്ക്കുമോ? ആരോപണത്തെ നേരിടാൻ അംഗത്തെ സഹായിക്കുമോ? ആരോപണം ഉന്നയിച്ചത് അമ്മയിലെ അംഗമാണെങ്കിൽ എന്ത് സ്റ്റാൻഡായിരിക്കും എടുക്കുക? അവർക്ക് പിന്തുണ നൽകുമോ? ആരോപണം പരാതിയായി എഴുതിക്കൊടുത്ത് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് കൊടുക്കാൻ അതിജീവിതയെ സഹായിക്കുമോ? ഇനി എപ്പോഴെങ്കിലും അമ്മയുടെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യമൊന്ന് ചോദിക്കണം. പക്ഷേ പുതിയതായി വരുന്ന ആരോപണങ്ങൾ സംഘടനയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുരുതരമാണ്. കാരണം അത് സംഘടനയിലെ അംഗങ്ങളെപ്പറ്റിയല്ല, അംഗത്വത്തെപ്പറ്റിയാണ്. അമ്മ എന്ന സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് വേണ്ടി പോലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു എന്ന് അമ്മയുടെ അംഗത്വത്തിൻ്റെ ഫോം പൂരിപ്പിക്കാൻ വീട്ടിൽ ചെന്ന നടിയെ കൺസെൻറ്റ് ഇല്ലാതെ ചുംബിച്ചു എന്ന് എതിർപ്പ് കാണിച്ചപ്പോൾ അംഗത്വം നൽകിയില്ല എന്നൊക്കെയാണ് ആരോപണങ്ങൾ. ഇതൊക്കെ സത്യമാണെങ്കിൽ ധാർമ്മികമായി എത്ര ജീർണമാണ് ഈ പ്രസ്ഥാനം. പുതുമുഖങ്ങളുടെ കരിയർ നിർമ്മിക്കാനും തകർക്കാനും കഴിവുള്ളവർ കൂട്ടായ്മയിൽ ഉണ്ട് എന്നുള്ള ബലത്തിൽ അവരോടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ എത്ര പച്ചയായിട്ടാണ് ഭാരവാഹിത്വം വഹിക്കുന്നവർ ലൈംഗികമായ പ്രത്യുപകാരം ആവശ്യപ്പെടുന്നത് എന്ന് അതിജീവിതമാർ പറയുന്നത്. മറ്റ് കേസുകളിൽ എന്ന പോലെ ഈ കേസിലും തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ നടത്തണം. പക്ഷേ ഇതിലേക്കുള്ള അന്വേഷണം വ്യക്തികളിൽ മാത്രം ഒതുങ്ങരുത്. കാരണം പുതുമുഖങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാനുള്ള ഒരു ഉപാധിയായി പ്രസ്ഥാനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് അമ്മയിൽ അംഗത്വത്തിനുള്ള മാനദണ്ഡം? അപേക്ഷ നൽകുന്നതിനുള്ള രീതി എന്താണ്? അപേക്ഷ നൽകിയവർക്ക് അംഗത്വം നിഷേധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഭാരവാഹികളുടെ വീട്ടിൽ പോയിട്ടാണോ ഫോം ഫിൽ ചെയ്യേണ്ടത്? അമ്മ അംഗങ്ങളിൽ നിന്നോ അംഗങ്ങളെക്കുറിച്ചോ തെറ്റായ പെരുമാറ്റങ്ങളെപ്പറ്റി പരാതികൾ ലഭിച്ചിട്ടുണ്ടോ? അവ എങ്ങനെ കൈകാര്യം ചെയ്തു? അതിൻ്റെ റെക്കോർഡ് എന്തൊക്കെയാണ്? ഈ താരസംഘടനയിലെ ഏറെപ്പേർ ആരോപണ വിധേയരായിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും അത്തരക്കാരല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ സിനിമയിൽ കാണിക്കുന്ന ധാർമ്മിക രോഷത്തിൻ്റെ ഒരു തരിയെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഉള്ള നായകന്മാർ ഈ സംഘടനയിൽ ഉണ്ടെങ്കിൽ അവർ ഈ സംഘടന ശുദ്ധീകരിക്കാൻ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് മുരളി തുമ്മാരുകുടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു.